പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെയ് 3-ാം തീയതിയുള്ള പ്രാർത്ഥനയാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീറ്റിൻ്റെ പരീക്ഷ ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അതിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു. കഥായി അവർ പഠിച്ചതെല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്ത് അത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവെ, എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ, കഴിഞ്ഞുപോയ ഇൻ്റർവ്യൂകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് ആദിയോടെ കാത്തിരിക്കുന്നുണ്ട്. ഈശോയെ, അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അവരെ സമർപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ രാത്രിയും പകലും വെയിലിലും മഴയിലും ഒക്കെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത സുവിശേഷ സാക്ഷികൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാവത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളം നടക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ,
അതിൽ ബിസിനസ്സിന് മാന്യമുള്ളവർ, കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡില്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ, അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ, അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാൻ മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴലുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിൽ ഞാൻ അർപ്പിച്ച 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ, യാത്ര, ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ, ഇന്ന് ചെയ്യുന്ന യാത്രകൾ, ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ, ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ, ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ, ഇടപെടലുകൾ, അവിടെയെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ രാത്രി കർത്താവിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ, അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത്, അവിടെ നീ എത്തുന്ന നിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. നിൻ്റെ ആശങ്ക സമയത്തും ആസ്വസ്ഥങ്ങളുടെ സമയത്തും ആത്മധൈര്യമായ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാമേൻ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തവരോട് അച്ഛനെ പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസം എന്ന് പറയണത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം. നമ്മളത് എന്തുകൊണ്ടാണ് അമ്മ ചെയ്യണത്? നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Petrus 5:6. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യം ദൈവത്തിൻ്റെയും കൂടി കാര്യമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. അതുകൊണ്ടാണ് നല്ല സമരക്കാരൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ, എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ലുക്കാ 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ, അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസാണ്. പരിശുദ്ധമ്മയും ചെയ്യണത് അതാണ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് വീഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ലുക്കാ 10:30 ഞാൻ വായിച്ചത്, നല്ല സമരിയക്കാരൻ ആ വഴിവക്കിൽ കള്ളന്മാരാൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവെക്കി കിടക്കുന്ന ആൾക്കാരില്ലേ. എനിക്ക് അവരെ കാണാൻ പോയപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ. അത് തന്നെയാണ് വിഷയം. അപ്പോൾ നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള്. അങ്ങനെയല്ല, തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, എന്തുമാത്രം പേരുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ. അപ്പോഴും നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ വഞ്ചന, ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അവന് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവൻ ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല വരും. അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ കാര്യത്തിൽ.
ആ നല്ല സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ വഴിയാത്രക്കാരായി വഞ്ചിക്കപ്പെട്ട ആളാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പിൽപ്പെടും. പക്ഷേ ആ പറ്റിപ്പിൽപ്പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. എന്താണ്? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ്. അതിനോട് സിങ്ക് ചെയ്യുന്ന കൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായിലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകൾ, ആ കുടുംബകാര്യത്തെ ദൈവതിരുസിനെ സമർപ്പിച്ചത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട്. നമ്മൾ സ്കീം എന്ന് പറയുന്നത്, അതാണ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. പഞ്ചായത്തിലൊക്കെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയണത്? സ്കീമില്ലെന്നാണ് പറയണത്. സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ദൈവതിരുസന് സ്കീം ഉള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത്. വീഞ്ഞില്ല, ജോലിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കിടപ്പാടമില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ. അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ കാര്യങ്ങൾ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ സ്കീമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത്. അതുകൊണ്ടാണ് മറിയത്തിന് മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ്. അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. എന്ത്? 1:10-5-6 അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു, പിന്നെ നീ ഇത് ചുമന്നിട്ട് നടക്കരുത്. അത് എനിക്ക് വേണ്ടത് ഉടമ്പടി എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതിനാണ്. കർത്താവേ, അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ. അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യുന്നില്ല. എന്താണ് അങ്ങനെ ആ ടെക്റ്റ് പെടും കൂടെ 10:5-6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് ഉയർത്തും. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈം ഉണ്ടല്ലോ, അത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നീ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെല്ലാവരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള അമ്മ മാതാവിൻ്റെ സാന്നിധ്യം പരിപൂർണമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം വെറുതെ ഉണ്ടാകണ്ട. എൻ്റെ അനുഭവമാണ്, ഞാൻ അനുഭവിച്ച് നോക്കിയിട്ടാണ് അതങ്ങോട്ട് പറയുന്നത്. നിങ്ങളെ പ്രശ്നം എത്ര തന്നെ വലുതാണെങ്കിലും അത് ദൈവത്തിന് അതൊന്നുമില്ല, ചെറുതാണ്. നമുക്കാണ് നമ്മളെ സഹനവും പ്രശ്നവുമൊക്കെ വലുത്. അതിന് ഉത്തരവില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ദൈവത്തോടുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കുറച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സങ്കടത്തിലും ഉത്കണ്ഠയിലും. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സങ്കടത്തിൽ നടക്കാമെന്ന്. ദൈവം സൃഷ്ടിച്ചതും മനുഷ്യൻ എപ്പോഴും സന്തോഷമായിരിക്കണം. അത് അതിൻ്റെ കാരണം, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കുക, നല്ല തിരക്ക് ഉള്ള റോട്ടിൽ കൂടി നടക്കുക, നല്ല വെയിലും ഉണ്ട് അവിടെ. അവനൊരിക്കലും
ഭക്ഷണത്തിൻ്റെ പൊതി കരുതി വയ്ക്കാറില്ല. അതിൻ്റെ കീശയിൽ പൈസ ഉണ്ടാകുന്ന ഒരിക്കലും അവൻ നോക്കാറില്ല, തപ്പി നോക്കാറില്ല. വെള്ളം ദാഹിക്കുമ്പോൾ ഞാൻ എവിടെ ഇരുന്ന് വെള്ളം കുടിക്കും. നല്ല വെയിലാണ്, അവനൊരിക്കലും അതിനെ കുറച്ച് ആലോചിക്കാറില്ല. അതിൻ്റെ കാരണം അവനിക്ക് അവൻ്റെ അച്ഛനെ കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ട്. അവൻ നോക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടുണ്ടോ, എൻ്റെ വിശപ്പ് എനിക്ക് എപ്പോൾ വിശക്കും എന്നുള്ളത് എന്നെക്കാളും കൂടുതൽ എൻ്റെ അച്ഛനെ അറിയാം. ആ ഒരു വിശ്വാസവും ആ ഒരു ബോധ്യവുമാണ് നമുക്ക് നമ്മൾ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും വേണ്ടിയത്. ആ കുഞ്ഞിനെ നല്ല ബോധ്യമുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ, അവനെക്കുറിച്ച് ഉള്ള കരുതൽ അവനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോൾ ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമാണ്. അത് അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ കരുതലെക്കുറിച്ച്. നമുക്ക് ഈ അല്പവിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉത്കണ്ഠയോടെ നടക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നത്, നീ നിൻ്റെ ഉത്കണ്ഠ അവൻ്റെ കയ്യിൽ കൊടുക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. എന്തുകൊണ്ടെന്നാൽ അവനിക്ക് നിന്നെക്കുറിച്ചുള്ള കരുതലുണ്ട്. വചനം പറയുന്നത് ഒരിക്കലും നിൻ്റെ ഉൾക്കണ്ട നീ നിൻ്റെ കൈ പിടിച്ച് വയ്ക്കരുത്, നിൻ്റെ കയ്യിൽ വയ്ക്കരുത്. എനിക്ക് ഇച്ചിരി സങ്കടം വന്നാലും അത് വെച്ചുകൊണ്ട് നടക്കരുത്. വചനം പറയുക, നമുക്ക് ഇച്ചിരി സങ്കടമുണ്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കുറച്ച് ഉൾക്കണ്ട ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക, പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിൻ്റെ കയ്യിൽ വയ്ക്കാൻ പാടില്ല. അത് നിനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം. ആരെക്കാളും, നിൻ്റെ ഇവിടുത്തെ ഭൂമിയിലെ അമ്മയച്ഛനേക്കാളും, നിൻ്റെ ഭർത്താവിനേക്കാളും, ഭാര്യയെക്കാളും, നിൻ്റെ കുഞ്ഞുങ്ങളെക്കാളും നിന്നെക്കുറിച്ചുള്ള കരുതൽ കൂടുതൽ ദൈവത്തിനാണ്. ദൈവത്തിന് നിൻ്റെ വേദന ദൈവത്തിന് മാത്രം അറിയാം. മറ്റുള്ളവർക്ക് നിൻ്റെ വേദന അറിയാൻ പറ്റില്ല. നിനക്ക് 100 വേദന ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയുന്നത് ചിലപ്പോൾ 2, 3, 5% മാത്രമായിരിക്കുള്ളൂ. ദൈവത്തിന് 100 വേദന, നീ അനുഭവിക്കുന്ന വേദന, നിനക്ക് വരാൻ പോകുന്ന സങ്കടങ്ങൾ, നിൻ്റെ ബലഹീനത എല്ലാം ദൈവത്തിന് മാത്രമേ അറിയാവൂ. ജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എവിടെ തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ നിനക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥന കുറഞ്ഞുപോയി, ഇല്ല ഞാൻ കുറേ പാവം ചെയ്തു പോയി. ആ കുറ്റബോധത്തിനെ അനുതാപമാക്കി മാറ്റിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. കുറ്റബോധവും അനുതാപവും രണ്ടാണ്. കുറ്റബോധം പാവമാണ്, അനുദപിക്കുമ്പോൾ അത് പാവത്തിന് വിടുതൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. കുറ്റബോധം ഉള്ളപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ഇരുന്ന് അകന്നു പോവും. അനുദപിക്കുമ്പോൾ ദൈവത്തിനോട് അടുക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് അനുതാപം ഉണ്ടാകണം. നമ്മൾ ചെയ്തു പോയ പാവത്തെക്കുറിച്ച് അനുദപിക്കണം. അനുതാപം എന്താണെന്നറിയാമോ? അനുദപിക്കുമ്പോൾ ദൈവത്തിന് സാധ്യമാവും, നിന്നെ സഹായിക്കാൻ സാധ്യമാവും, ദൈവത്തിന് അടുത്ത് വരാൻ സാധിക്കും. കുറ്റബോധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മകൻ അപ്പൻ്റെ
ഷർട്ട് പോക്കറ്റിലിരുന്ന് കാശ് കെട്ടെടുത്ത് അച്ഛനറിയാതെ പൈസ എടുത്ത്, പ്രൈസ് ദി ലോർഡ്, പൈസ എടുത്തു കഴിഞ്ഞ് അവനത് തെറ്റ് ചെയ്തു, പൈസയ്ക്ക് തെറ്റായ ചിലവുകളൊക്കെ ചെയ്ത് പിന്നെ എപ്പോൾ കാണുമ്പോഴും അച്ഛനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അച്ഛനെ കാണുമ്പോൾ പേടി, ഒഴിഞ്ഞു മാറും, അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കില്ല. അത് കുറ്റബോധമാണ്. ദൈവത്തോട് പേടിയുള്ളതെല്ലാം കുറ്റബോധമാണ്. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ മകനോട് പറഞ്ഞിരിക്കുക, ഈ കറണ്ടിൽ കളിക്കരുത്, ഒരിക്കലും കറണ്ടിൽ കളിക്കരുത്, സ്വിച്ചിട്ട് കളിക്കരുത്, ഈ വയറിൽ കളിക്കരുതെന്ന് പറയും. അച്ഛനെ അനുസരിക്കാതെ അവൻ പോയി സ്വിച്ചും വയറും ഇട്ട് കളിച്ച് അവനിക്ക് ഷോക്ക് കിട്ടാറാവുമ്പോൾ അച്ഛൻ വന്ന് രക്ഷിക്കാൻ വരുമ്പോൾ അച്ഛൻ്റെ കൈ അങ്ങോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ കൈയില്ലാതെ അച്ഛനെ കാണുമ്പോൾ നമുക്കൊരു അനുതാപം തോന്നിക്കും. എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സഹിച്ചത്, അച്ഛന് ഒരു വിഷമവുമില്ല, അച്ഛനോടുള്ള സ്നേഹം. അച്ഛാ, നീ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഞാൻ നിനക്കെതിരെ നിന്നെ അനുസരിച്ചില്ല. അതാണ് അനുതാപം. നമ്മൾ ഇത്രയും പാപം ചെയ്തിട്ട് അനുദപിക്കണമെങ്കിൽ ഈശോനെ കുരിശിൽ ഓർത്താൽ മതി, ധ്യാനിച്ചാൽ മതി. ഈശോ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നത് ധ്യാനിക്കുമ്പോൾ നമുക്ക് അനുതാപം ഉണ്ടാവും. എനിക്ക് വേണ്ടി ദിവസവും ഈശോ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക, കുർബാനയിൽ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത പാപത്തിനെല്ലാം ഈശോ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും അനുദപിക്കുക. ഒരിക്കലും കുറ്റബോധം ഉണ്ടാകരുത്. ദൈവത്തിന് കരുതലുണ്ട്. ദൈവത്തിൻ്റെ കരുതലെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് നല്ല അനുഭവമുണ്ട്. ദൈവത്തെ കുറേ അനുഭവമുണ്ട്. അതിലൊരു അനുഭവം ഞാൻ പറയാം. ദൈവത്തിൻ്റെ കരുതൽ 2003 കാലഘട്ടം, 2003-2004 ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് വലിയ സഹനങ്ങളാണ്, വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബിസിനസ് പരമായിട്ടും ജീവിതമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള സമയമാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സഹനം കാണുമ്പോൾ സന്തോഷമാണ് തോന്നിക്കാം. സഹനത്തിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യാശ ഉണ്ടാവും. ദൈവം കൂടെ നിൽക്കുകയാണ്, ദൈവം അടുത്ത് നിൽക്കുകയാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്ന് കുറേ സഹനമുള്ള കാലത്ത് നിൽക്കാൻ പറ്റില്ല. അതുപോലെ സഹനങ്ങളാണ്, വലിയ പ്രശ്നങ്ങളാണ്, കേസും കാര്യവും. പേടിയും തോന്നിക്കും, വലിയ പേടിയാണ്. അതിന് ഉത്തരവൊന്നും ലഭിക്കില്ല. അതുപോലത്തെ പ്രശ്നമാണ്. ആ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്ലാസ് മൊത്തം പോകും. അത്രയും പ്രശ്നങ്ങളാണ്. എനിക്കിതിലെ കേസുകളും ബിസിനസ്സിലും കൂടെ നിൽക്കുന്നവരൊക്കെ എതിരായി വലിയ പ്രശ്നങ്ങളാണ്. ആലോചിച്ച് നോക്കാൻ പറ്റില്ല, അതിന് ഉത്തരവില്ല. പലവരും ഇതുപോലത്തെ സാഹചര്യങ്ങളിലാണ് ജീവിക്കണോ വേണ്ടതെന്ന് പോലും ആലോചിക്കുകയുള്ളൂ. അതുപോലത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ എറണാകുളത്തുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ വീട്ടിൽ പോകാൻ പോലും മനസ്സില്ല. എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ ഉൾക്കണ്ട വന്നു കഴിഞ്ഞാൽ, ടെൻഷനായി കഴിഞ്ഞാൽ എനിക്ക് തളർന്നു ഉറക്കം വരും. പ്രൈസ് ദി ലോർഡ്. അതെന്തോ ദൈവം തന്ന അനുഗ്രഹമാണ്. ഞാനവിടെ അപ്പോൾ എനിക്കൊരു കാര്യം അമ്മ മാതാവ് പറഞ്ഞു തന്ന്, എവിടെയെങ്കിലും ഇരുന്നൊന്ന് കൊന്ത ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ആ ഇടയ്ക്കാണ് ഇവിടെ 2003 ഞാൻ വരുന്നത് ഇവിടെ കൃപാസനത്തിൽ. അപ്പോൾ അച്ഛൻ കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു. അതിന് മുമ്പ് കൊന്തയൊന്നും അറിയില്ല, മാതാവിനറിയാം, കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്. ഞാൻ നേരെ എറണാകുളത്താണ് ഞാൻ ഉള്ളത്. അപ്പോൾ പള്ളിമുക്കിൽ അവിടെ വുഡ്ലാൻഡ്സ് ഹോട്ടലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ കയറിയിട്ട് ഒരു മുറി എടുത്ത്. പുറത്ത് നടക്കാൻ പേടിയാണ്, പുറത്ത് വെട്ടത്തെ കാണാൻ പേടി. അത്രയും പ്രശ്നമാണ്. എന്ത് ചെയ്യും, എവിടെ പോകുന്നു ഒന്നും അറിയില്ല. എന്തായാലും കൊന്തയുമില്ല. ആ ഇടയ്ക്ക് അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, എന്ത് പ്രശ്നം വന്നാലും കൊന്തയൊല്ലുക.
ഒന്നും കൊന്തയുമല്ല, അച്ഛന് ഫോണിനൊന്നും കിട്ടണില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഇടയ്ക്ക് പരിചയമായത് അച്ഛന് ആ സമയത്ത് 2003 പരിചയമാകുന്നത്. അപ്പോൾ അത്രയ്ക്കും ഫോൺ വിളിക്കാനുള്ള ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ റൂമിൽ കയറിയിട്ട് നല്ല ക്ഷീണമുണ്ട്, എന്നാലും മുട്ടിപ്പേ നിന്ന് ഇങ്ങനെ കൊന്ത ചൊല്ലുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിക്കുക, നീ ആർക്കെങ്കിലും പൈസ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കയ്യിൽ കുറച്ച് കാശുണ്ട്, 1.5 ലക്ഷം രൂപ അടുപ്പിച്ച് കയ്യിൽ കാശുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്ന്, പാവങ്ങളെ നീ സഹായിക്കുമ്പോഴത്തേക്കും നീ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. അത് മത്തായി 25:40 എനിക്ക് ഓർമ്മ വന്ന്, ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം നമുക്ക് ഓർമ്മ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നമുക്ക് വചനം തരും. ഇത് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും, നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ദൈവമാണോ ഇല്ല എനിക്ക് തോന്നിയതാണോ? നന്മയാണ് നിൻ്റെ മനസ്സിൽ തോന്നുന്നെങ്കിൽ അത് ദൈവം തന്നെയാണ്. തിന്മ തോന്നുകയാണെങ്കിൽ നീ പകരം ചോദിക്കണം. നീ അവനിക്കെതിരെ പോയി കുറ്റം പറയുക. അവൻ നിന്നെക്കെതിരെ പറഞ്ഞെങ്കിൽ നീ അവനിക്കെതിരെ പോയി പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം സാത്താൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കാൻ പറയുകയാണ്, നീ സഹായിക്ക്, കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്ക്, വിട്ടുകള, അവനോടൊന്നും ചോദിക്കേണ്ട എന്നൊക്കെ തോന്നിപ്പിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ തോന്നിപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം ദൈവം നിന്നോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ, ഞാൻ വിശന്നിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ട്, അങ്ങനെ തോന്നിപ്പിച്ചപ്പോഴേക്കും എനിക്ക് തോന്നി ഇതാർക്കെങ്കിലും സഹായിക്കണം. അപ്പോൾ മനസ്സിലത് വന്ന് ആ പേടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, അപ്പോൾ എത്ര സഹായിക്കണമെന്നോ ഞാൻ കയ്യിലുള്ളത് സഹായിക്കാം തോന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ 1.5 കൊടുക്കണ അതിനൊന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിൽക്കുക, ഉച്ചയാണ് സമയം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ പോകണം, എവിടെ പോയി സഹായിക്കാൻ. അപ്പോൾ മനസ്സിൽ തോന്നിയ തിരുവനന്തപുരത്തേക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിച്ച കാര്യമാണ്. ഞാൻ ബൈക്ക് അവിടെ തന്നെ നിർത്തിയിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് 1 മണിക്കൂറായിട്ടില്ല റൂം എടുത്തിട്ട്, റൂം അങ്ങോട്ട് വെക്കേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ നേരെ അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഉച്ചയ്ക്ക് ട്രെയിൻ ഉണ്ടായി വൈകത്തിൽ. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്ന് വന്ന ട്രെയിൻ അതൊന്നും ഓർമ്മയില്ല. ട്രെയിനിൽ കയറി നേരെ തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് നേരത്തേക്ക് എനിക്ക് തോന്നി എനിക്കെന്താ ഭ്രാന്തായിപ്പോയാ. റൂമെടുത്ത് പിന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കയറി തിരുവനന്തപുരത്ത് പോയാൽ എന്തിനാണ് പോകണമെന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് കിട്ടി, മെസ്സേജ് കിട്ടി, സഹായിക്കണം. പക്ഷേ സഹായിക്കാൻ ആരെ സഹായിക്കണം, എന്ത് സഹായിക്കണം ഒന്നും എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ട്രെയിനിലിരുന്ന് കുറേ കൊന്ത ചൊല്ലി ഇരുന്നുകൊണ്ട് പോയാൽ ഒരു 6:30 മണി ആയിട്ടുണ്ടാവും. ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയ RCC പോകണമെന്ന്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ RCC പോകണമെന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ അനിലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരനെ ഞാൻ ഫോൺ വിളിച്ച് ബൈക്ക് എടുത്തിട്ട് വന്ന്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്ന്, അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് RCC പോകണമെന്ന്. പുള്ളിക്കൊന്നും അറിയില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ RCC പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് എടുത്ത്, ഉള്ളൂരാണ്, അവിടെ ബൈക്കിൽ ഞങ്ങൾ 2 പേരും കൂടി മെഡിക്കൽ കോളേജ് പോയി RCC പോയി. RCC പോകുന്നവരേക്കും ഇങ്ങനെ മനസ്സിൽ തോന്നി RCC പോകണം എന്ന് തോന്നി. അപ്പോൾ RCCയിൽ സഹായിക്കാനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. വാതിക്കലിൽ എത്തിയപ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിൽ തോന്നിക്കുക, RCCയിൽ ചിൽഡ്രൻസ് വാർഡുണ്ട്, കുട്ടികളുടെ RCC തന്നെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പോകണമെന്ന്. അപ്പോൾ അവിടെ ചോദിച്ച് ചിൽഡ്രൻസ് വാർഡിലേക്ക് പോയി. അപ്പോൾ ഒരു 7-7:30 മണിയായിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം എല്ലാം അറിയും. നീ ദൈവത്തേക്ക് നോക്കിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ RCCയിലേക്ക് ഞാൻ പോവുകയാണ്. RCC പോകുമ്പോൾ അവിടെ ഷട്ടറൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഒരു സിസ്റ്റർ പുറത്തിരിക്കുക. ഞാൻ പറഞ്ഞ് ഞാൻ എറണാകുളത്തിരുന്ന് വരെയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഇപ്പോൾ വിസിറ്റിംഗ് അവേഴ്സൊക്കെ കഴിഞ്ഞു പോയി, ഇനി നാളെ കാണാൻ പറ്റുള്ളൂ, 6 മണി വരെ എന്തോ ഉള്ളൂ വിസിറ്റിംഗ് അവേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എറണാകുളത്തിരുന്ന് വരെയാണ്, എനിക്ക് കുറച്ച് സഹായിക്കണം ഇവിടെ.
അപ്പോൾ ഞാൻ അത്രയും പറയണത് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് പറയണതൊക്കെ പരിശുദ്ധാത്മാവ് പറയുക. ഞാൻ പറയുക, 3 പേര് ഇവിടെ വിഷമിച്ച് നിൽക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, 3 പേര് ഇവിടെ സാമ്പത്തികമായിട്ട് വിഷമിച്ചിരിക്കുന്നവരെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാവോ? ഞാൻ ഇവിടെ നിന്ന് തന്നെ സഹായിച്ചിട്ട് പോയിക്കോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേപോലെ സിസ്റ്റർ കുറച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ കൊച്ചുങ്ങളുടെ കരച്ചിൽ കേൾക്കാം. വലിയ സങ്കടമാണ്. കരച്ചിലെന്ന് പറഞ്ഞാൽ കരയാൻ പോലും പറ്റുന്നില്ല, അതുപോലത്തെ ഒച്ചയാണ് കേൾക്കുന്നത് കുട്ടികളുടെ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 പേര് മുമ്പിലേക്ക് വന്ന് നിന്ന്, കറക്റ്റ് 3 പേര്. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ഷട്ടർ തുറന്ന് ഞാൻ പറഞ്ഞ്, ഞാൻ കൊച്ചിയിൽ നിന്ന് വരെയാണ്. അപ്പോൾ പറഞ്ഞ്, കുട്ടികൾ ഇവിടെ അഡ്മിറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞങ്ങൾ 3 പേരുടെയും കൊച്ചുങ്ങൾ ഇവിടെ അഡ്മിറ്റാണ്, അപ്പോൾ ഒന്ന് സഹായിക്കാൻ വന്നാന്ന് പറഞ്ഞ് ഞാൻ 50,000 എടുത്ത് 3 പേരുടെ കയ്യിലും കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ താഴെ എങ്ങനെ മുട്ടിപ്പേ വീണിട്ട് അമ്മയെ നന്ദി എന്ന് പറഞ്ഞ് അമ്മ മാതാവിനെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, 3 പേരും അവരുടെ ഭർത്താവ് കൂലിപ്പണിയാണ്. ഇവർ കീമോ ബ്ലഡ് ക്യാൻസറാണ് കൊച്ചുങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ചെറിയ കുട്ടികളാണ്, അടുത്തടുത്താണ് നിൽക്കുന്നത്. അത് 2 ക്രിസ്ത്യാനിയാ, 1 ഹൈന്ദവരാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കീമോ കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ തീർന്ന്. അവിടെ ഈ ഗ്ലൂക്കോസും അതൊക്കെ അവിടെ തരുള്ളൂ. കീമോ ചില മരുന്ന് പുറത്തിരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. പൈസ തീർന്നിട്ട് ഇവരുടെ ഭർത്താവ് നാട്ടുകാർ സഹായിച്ചാൽ ഇവിടെ വന്നത്. ഇവരെല്ലാം നാട്ടിൽ പോയിരിക്കുക, കാശ് ഒപ്പിച്ചുകൊണ്ട് വരാൻ നാട്ടിൽ പോയിരിക്കുക. ഇവിടെ കീമോ കൊടുത്തിട്ടില്ല, 3ാമത്തെ കീമോ തൊട്ട് കൊടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 3 പേരും 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ഇവരുടെ കയ്യിലുള്ള കാശെല്ലാം തീർന്ന് തലേദിവസം രാത്രി ഇവരങ്ങോട്ട് തീരുമാനം എടുക്കുക, 3 പേർക്ക് ഇരുന്ന് കൊന്തമില്ല. അന്ന് അവർക്കും കൂടി ഇവർ കൊന്തയൊല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവിടെ ഇരുന്ന് കൊന്തമില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ അവിടെ പാല് കൊടുക്കും, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് വിഷമിച്ചിരിക്കുക. കയ്യിൽ 1 രൂപയില്ല. അവർക്ക് പുറത്തു പോകാനും പറ്റില്ല. എവിടെയും ആ വാടി കിടക്കണവരൊക്കെ ബുദ്ധിമുട്ട്. ആരും സഹായിക്കുമില്ല. എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ ഫോണും ഇല്ല, അവർക്കൊന്നും മൊബൈലും ഇല്ല, വന്നിട്ടുമില്ല. ഇനി കീമോ നടത്തണ, കീമോയുടെ സമയം കഴിഞ്ഞിരിക്കുക, കയ്യിൽ പൈസയുമില്ല. അങ്ങനെയാണ് എറണാകുളത്തുള്ള എന്നെ ദൈവം അങ്ങോട്ട് പറഞ്ഞു വിടുക. ദൈവം കരുതലുള്ളവരാ. അമ്മ മാതാവ് പ്രാർത്ഥന കേട്ട്, ഞാൻ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ട് പോലുമില്ല. അവിടെ അമ്മ മാതാവ് ഈ 50,000 കൊണ്ട് അവർക്ക് മൊത്തം കീമോയും തീരും, അവരുടെ പ്രശ്നവും തീരും. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരിക്കും അവർ കുറേ കഴിഞ്ഞ് എൻ്റെ നമ്പർ വാങ്ങിച്ചു വെച്ചിരുന്ന് അവരവിടെ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ എന്നെ വിളിച്ച് നന്ദി പറയുകയും ചെയ്ത്, മാതാവിന് നന്ദി പറയുക ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുതൽ ഇതാ. ദൈവത്തിൻ്റെ കരുതൽ. ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിൻ്റെ ഉത്കണ്ഠ നീ നിൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് എന്തുകൊണ്ടെന്നാ? മത്തായി 6-ാം അധ്യായം 31, 32 ഈശോ പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എൻ്റെ മക്കളായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളാണെങ്കിൽ, എൻ്റെ മക്കളില്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ഭക്ഷിക്കും, എന്ത് പാനീയം ചെയ്യും, എന്ത് ഉടുക്കും, എനിക്ക് വസ്ത്രവുമില്ല, കുടിക്കാനൊന്നുമില്ല, ഭക്ഷണവുമില്ല, വസ്ത്രമില്ല, ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എൻ്റെ മക്കളായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ എങ്ങനെ ഭവനം വയ്ക്കും, എൻ്റെ മക്കളെങ്ങനെ പഠിക്കും, എൻ്റെ മക്കളുടെ കല്യാണം എങ്ങനെ നടക്കും,
എൻ്റെ കടം എങ്ങനെ തീരും, എൻ്റെ രോഗം എങ്ങനെ മാറും. ഈ ഉത്കണ്ഠയൊക്കെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് എൻ്റെ മക്കളാകില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളാണെങ്കിൽ ഈ ഉത്കണ്ഠ ഒന്നും പാടില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കയ്യിൽ ഉത്കണ്ഠ നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ മകളും മകനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം കൃത്യമായിട്ട് പറയുകയാണ്, ഒരിക്കലും ഉത്കണ്ഠ നീ നിൻ്റെ കയ്യിൽ വെക്കേണ്ടതില്ല, അത് എന്നെ ഏൽപ്പിക്കേണ്ടതാണ്. അത് 1 പത്രോസ് 5:7 എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെയും നീ ഉത്കണ്ഠ നിൻ്റെ കയ്യിൽ വെച്ചിരിക്കുക. എപ്പോഴും സങ്കടമാണ്, എപ്പോൾ നോക്കിയാലും സങ്കടമാണ്, ആരെ നോക്കിയാലും ആരോടും സങ്കടം പറച്ചിലാണ്. അതിൻ്റെ അർത്ഥം എന്താ? നീ എൻ്റെ മകനും മകളും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ മത്തായി 6:27 നിനക്ക് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ നിൻ്റെ ആയുസിൻ്റെ ഒരു കനം പോലും, ഒരു സെക്കൻഡ് പോലും നിനക്ക് കൂട്ടാൻ നിനക്ക് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കയ്യിൽ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ സഹായിക്കാൻ നീ എന്നെ അനുവദിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ദൈവത്തിനെ സഹായിക്കാൻ ബുദ്ധിമുട്ടാവും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്വന്തം മക്കളെ സഹായിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരെ ദൈവത്തിനെ സഹായിക്കാൻ ബുദ്ധിമുട്ടാകും. ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള കരുതലില്ലാത്തതാണ്. എൻ്റെ മക്കളില്ലാത്തവർക്കാണ് ഈ ഉത്കണ്ഠ കൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തെ സഹായിക്കാൻ അനുവദിച്ചു കൊടുക്കണം. നമ്മളെ പല പ്രശ്നങ്ങളും നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഉത്കണ്ഠ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുക, സങ്കടങ്ങൾ നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തിൽ സങ്കടം, എണീക്കുമ്പോൾ സങ്കടമാണ്, എപ്പോഴും സങ്കടമാണ്, ഉത്കണ്ഠയാണ്. അത് വിട്ട് കഴിയുമ്പോൾ, അത് ദൈവത്തെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിനെ സഹായിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഉത്തരം തരാൻ സാധിക്കും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് മാറുക എന്ന? ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് മാറുമ്പോൾ ഉത്കണ്ഠ ഇല്ലാതിരിക്കും. ദൈവം പറയുകയാണ്, ഉത്കണ്ഠ ആർക്കാണ് ഉത്കണ്ഠ ഉള്ളത്, ആർക്കാണ് സങ്കടമുള്ളത്, എപ്പോഴും എന്ത് ഭക്ഷിക്കും, എനിക്കെങ്ങനെ ഇത് കിട്ടും, എങ്ങനെ സാധിക്കും? അത് കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഇനിയും ദൈവത്തിൻ്റെ മകനും മകളും ആയി തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളും ആയി തീരാം? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ തീരാൻ പറ്റും? യോഹന്നാൻ 1:12. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം പറയുമ്പോൾ പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഇത് ഇവിടെ നിന്നില്ല, ഞാൻ പറയുമ്പോൾ ഒന്നുമില്ല. എവിടെ വചനം കേൾക്കാൻ ഇടയായാലും, ഇപ്പോൾ ടി വിയിലാണെങ്കിലും ഷാലോമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ വെക്കണം. വചനത്തിന് വേണ്ടിയിട്ടൊരു പുസ്തകം വെക്കണം. അതൊരു ശീലമാക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് വലിയ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് കൂറുണ്ട്, ദൈവത്തോട് എന്ത് കൂറുണ്ട്, വചനത്തോട് എന്ത് ദാഹമുണ്ട്, അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവരോട് ചോദിച്ചത് ഇതൊക്കെ മറന്നുപോകും. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവും. പലവരിക്കും ദൈവാനുഭവം കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ വചനം പാലിക്കാറില്ല, കേൾക്കുകയൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഇവിടെ നിന്ന് തന്നെ മനസ്സിൽ ആലോചിക്കുക, എൻ്റെ മനസ്സ് മാറി, നാളെ തൊട്ട് ഇങ്ങനെ ചെയ്യാം, അല്ല ഇന്ന് തൊട്ട് ഇങ്ങനെ മാറാമെന്ന്. പക്ഷെ മാറിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മറന്നു. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടില്ല. വചനം കേൾക്കുന്നത് നിങ്ങൾക്ക് സാധിച്ചാൽ, അതേപടി പാലിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അനുഭവം കിട്ടിയിരിക്കും. അതിൽ ഒരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒട്ടും സംശയിക്കേണ്ട. അത് ഇത് ആഗ്രഹമൊക്കെ ഉണ്ട്, വചനം പാലിക്കാം,
ചിലപ്പോൾ മനസ്സുകൊണ്ട് ആരെങ്കിലുമൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാകും. അത് പോരാ. ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു ഹോംവർക്കായിട്ട് എടുത്തുകൊണ്ട് ഈ ആഴ്ച ഞാൻ ഇതുപോലെ ഒന്ന് ജീവിച്ചു നോക്കാം. അപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത് എന്താ? എല്ലാ സങ്കടങ്ങളും വിട്ടുകളയണം. അങ്ങനെ വിടുമ്പോഴും പിന്നെയും ഓർമ്മ വരും. അതിനുള്ള മെത്തേഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൾക്കേണ്ട നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ മകളും ഇല്ലെന്നാണ് പറയണത് ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനും മകളും ആണെങ്കിൽ അവർ ഉൾക്കേണ്ട ഒന്നും വെക്കില്ല. എന്ത് ഭക്ഷിക്കും, എന്ത് പാനീയം ചെയ്യും, എന്ത് വസ്ത്രം ഉടുക്കും എന്നൊന്നും അവർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. അവർക്ക് ഒരിക്കലും ഉൾക്കേണ്ട ഉണ്ടാകില്ലെന്നാണ് ഈശോ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളുമായി തീരണം. നമ്മളെല്ലാവരും ദൈവത്തെ വലിയ ദൂരമാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം എത്ര വലുതാണെങ്കിലും നമ്മളെ അച്ഛനാണ്, നമ്മളെ അമ്മയാണ്, അതിനെ നോക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് നമ്മളെ അച്ഛൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ രീതി? എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക? പ്രൈസ് ദി ലോർഡ്. അച്ഛനെ പോയി സാറിന്ന് വിളിക്കുക, കൈയിട്ട് നിൽക്കുക ആണോ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ദൈവം എത്ര വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയവനാ, ഈ ലോകത്തെ സൃഷ്ടിച്ചവനാ. എന്നാലും എൻ്റെ അച്ഛനായിട്ട് കാണാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മയായിട്ട് കാണാൻ പറ്റണം. അത് ലക്ഷ്യമായിരിക്കണം. നമുക്ക് ആ വിശ്വാസം, ദൈവം എവിടെയോ വലിയ ദൂരത്ത് മുകളിലാണ് എന്നാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത്. എപ്പോഴും ഓർത്താൽ മതി, എത്ര വലിയ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനാണത്. പ്രൈസ് ദി ലോർഡ്. ഒരു ബോധ്യം ഉണ്ടാകണം, ദൈവത്തോട് അങ്ങനെ ഇടപെടേണ്ടത്. എല്ലാ കാര്യവും ദൈവത്തോട് ഡിസ്കസ് ചെയ്യണം, അനുസരിക്കണം. അച്ഛൻ ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളെ അനുസരിക്കണം. എല്ലാ കാര്യവും അതാണ് അച്ഛന് ഇഷ്ടം. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് മക്കളെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം അനുസരിക്കുക, പിന്നെ ചോദിക്കട്ടെ. ആദ്യം അനുസരിക്കണം, പിന്നെ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുസരണ ഇല്ലെങ്കിൽ സങ്കടപ്പെടും. അച്ഛനും അമ്മയുടെ മനസ്സ് സങ്കടപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ഉണ്ടെങ്കിൽ അനുസരണ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ വചനം പാലിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറണമെങ്കിൽ എന്നാലേ നമുക്ക് ഉൾക്കണ്ട അങ്ങോട്ട് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. മകനും മകളിനും മാത്രമേ ഉൾക്കണ്ട അങ്ങോട്ട് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മകളും മകനും ആയിട്ടില്ലെങ്കിൽ ഉൾക്കണ്ട അങ്ങോട്ട് ഏൽപ്പിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് യോഹന്നാൻ 1:12 യേശുക്രിസ്തുവിനെ നീ സ്വീകരിക്കുമ്പോൾ, യേശുവിടെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മകളും മകനും ആകാനുള്ള അധികാരം യേശുക്രിസ്തു നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക? സ്വന്തമായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ലൂക്ക 8:21 എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും, ആരൊക്കെയാണ് എൻ്റെ അമ്മയും സഹോദരനും? എൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യണവർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചനത്തെ വിശ്വസിക്കണവരും അത് പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആയി തീരുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസമാണ്. ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകളും മകനും ആകാൻ പറ്റുക? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ വിശ്വസിക്കുക. ദൈവവചനമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്
നമുക്ക് അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസം ആവശ്യമാണ്. പക്ഷേ യാക്കോബ് 2:17 പറയുന്നത് പ്രവൃത്തിയില്ലാതെ വിശ്വാസം വ്യർത്ഥമാണ്, അത് മരിച്ച വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയാണ്, പക്ഷെ അതിൽ പ്രവൃത്തിയില്ല. പ്രവൃത്തിയില്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണ്, അത് മരിച്ച വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. അത് ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാകില്ല. ദൈവം ആഗ്രഹിക്കണമെന്ന് നിനക്ക് സങ്കടം പാടില്ല, ഒരിക്കലും ഉത്കണ്ഠ പാടില്ല. ഉത്കണ്ഠ നിൻ്റെ കയ്യിൽ വെക്കേണ്ടതേ ഇല്ല. ഒരിക്കലും നിൻ്റെ കയ്യിൽ ഉത്കണ്ഠ പാടില്ല. നിൻ്റെ കയ്യിൽ വേണ്ടിയത് വിശ്വാസമാണ്. ദൈവം എപ്പോഴും ഈശോ ചോദിക്കുന്നത് നിൻ്റെ വിശ്വാസം എവിടെ? ശിഷ്യന്മാരോട് എപ്പോഴും ചോദിച്ചത് നിൻ്റെ വിശ്വാസം എവിടെ പോയി? നമ്മളെല്ലാവരും ഉത്കണ്ഠയെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും, വിശ്വാസത്തെ വിട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠയെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിശ്വാസമാണ് കയ്യിൽ വെക്കേണ്ടത്. വിശ്വാസം ഇങ്ങനെയാണ്, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയില്ലാതെ വിശ്വാസം വ്യർത്ഥമാണ്, അത് മരിച്ച വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക? ഇങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകില്ല, നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും പരീക്ഷ എഴുതിയിട്ടില്ലേ? പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് പ്ലസ് ടുവിടൊക്കെ പരീക്ഷ എഴുതിയിട്ടില്ലേ? പരീക്ഷയുടെ തലേദിവസം എങ്ങനെയുണ്ടാവും? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ആരെങ്കിലും പറ. ടെൻഷൻ, ഉത്കണ്ഠയായിരിക്കും അല്ലേ? ഭയങ്കര ടെൻഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കം വരുവാ അന്ന് രാത്രി? അത് തീരെ ടഫാണ്, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. ഇത് അവസാനത്തെ എക്സാമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വർഷമാണ്, എൻ്റെ ഏജ് ബാറാവും. ഇല്ല, ലാസ്റ്റ് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വലിയ ബുദ്ധിമുട്ട്. ഈ എക്സാമിനേഷൻ ഫീസൊക്കെ കടം വാങ്ങിച്ച് സങ്കടത്തോടെ ബുദ്ധിമുട്ടി ഫീസും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എക്സാമിനേഷൻ്റെ തലേദിവസമൊക്കെ? എക്സാമിനേഷനെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ടെൻഷനായിരിക്കും. ഉറക്കം വരുവാ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഉത്കണ്ഠ. എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? പുറത്താരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? വീട്ടിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പുറത്തു പോവില്ല. പോയാൽ തന്നെ വീട്ടിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? എപ്പോഴും പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. കാലത്തെ എണീക്കുമ്പോൾ പേടിയാണ്, ഉത്കണ്ഠ. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ പേടി. പക്ഷേ പരീക്ഷയുടെ എക്സാമിനേഷൻ കൺട്രോളർ നിൻ്റെ അച്ഛനാണെങ്കിലോ, പരീക്ഷയുടെ 1 മാസം മുമ്പ് അച്ഛൻ പറയുക, ഞാനാണ് നിൻ്റെ പരീക്ഷയുടെ എക്സാമിനേഷൻ കൺട്രോളർ, നീ വിഷമിക്കേണ്ട മകളെ, നീ വിഷമിക്കേണ്ട മകനെ, ഞാൻ നിനക്ക്, നീ എന്ത് എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല, നീ എഴുതിയാൽ മതി, അവിടെ പോയി എഴുത്, ഞാൻ നിനക്ക് 90% മാർക്കിൽ കൂടുതൽ ഇട്ട് തരാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഡിസ്റ്റിങ്ഷൻ ഇട്ട് തരാം, ഞാൻ നിനക്ക് ഇട്ട് തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിലാണ് പേന, നിൻ്റെ പേര് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് മാർക്ക് ഇട്ട് തരും. പ്രൈസ് ദി ലോർഡ്. നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയുണ്ടാവുക 1 മാസം. പിന്നെ നമ്മളെ ആഗ്രഹം എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് പരീക്ഷ അങ്ങോട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാലേ എനിക്ക് മാർക്ക് കിട്ടി ഹയർ സ്റ്റഡീസിന് എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്തിനാ ഈ 1 മാസം? ഇനി എത്ര ദിവസം എണ്ണും യമോ? പെട്ടെന്ന് വരട്ടെ, അങ്ങോട്ട് പെട്ടെന്ന് വരട്ടെ. തലേദിവസം പേടിയുണ്ടാവുക, പരീക്ഷയുടെ തലേദിവസം പേടിയുണ്ടാവുക. എക്സാമിനേഷൻ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയില്ല, അതിൻ്റെ ഉത്തരം എഴുതാൻ അറിയില്ല. പേടിയുണ്ടാവുക? ഇല്ല. ഉൾക്കണ്ട ഉണ്ടാവുക? ഇല്ല. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ വാഗ്ദാനമാണ്. അച്ഛൻ്റെ വാഗ്ദാനം എന്താണ്? അച്ഛൻ്റെ വാഗ്ദാനം മത്തായി 28:20, ഈ ലോകം അവസാനിക്കുന്നവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 12:7 അച്ഛൻ്റെ വാഗ്ദാനമാണ്.
നിൻ്റെ ഓരോ മുടിനാറ് ഞാൻ എണ്ണി എടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ വാഗ്ദാനമാണ് ലൂക്ക 12:22. നീ എന്ത് ഭക്ഷിക്കണം, എന്ത് പാനീയം ചെയ്യണം, എന്ത് വസ്ത്രം ധരിക്കണമെന്ന് നീ വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ വാഗ്ദാനമാണ് യോഹന്നാൻ 14:18. ഒരിക്കലും ഞാൻ നിന്നെ അനാഥയായിട്ട് വിടില്ല, നിന്നെ തനിച്ചാക്കില്ല, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 14:14. നിനക്ക് വേണ്ടി നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ വാഗ്ദാനമാണ്. യോഹന്നാൻ 14:14. എൻ്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. അത് അച്ഛൻ്റെ വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മകനെ, മകളെ, അച്ഛൻ ഇത്രയും വാഗ്ദാനം തന്നപ്പോൾ നീ എന്തിനാ ഉൾക്കണ്ടപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. നിനക്കെന്തിനാ ഉൾക്കണ്ട? ഈ ഭൂമിയിൽ അച്ഛൻ പരീക്ഷയ്ക്ക് ഞാൻ മൊത്തം മാർക്കിട്ട് തരാമെന്ന് പറയുമ്പോൾ നിനക്ക് ഉൾക്കണ്ടയില്ലാതെ നിനക്ക് ഈ ലോകത്തിൻ്റെ അച്ഛനെയും നിൻ്റെ ഈ ലോകത്തിൻ്റെ അച്ഛനെയും സൃഷ്ടിച്ച അച്ഛനാണ് നിന്നോട് പറയണത്, നീ വിഷമിക്കേണ്ട, നീ ഉൾക്കണ്ടപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ്റെ കരുതലെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ ഉൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ഞാൻ ഉൾക്കണ്ടപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ഉൾക്കണ്ടപ്പെടുമ്പോൾ ഉൾക്കണ്ടയുടെ ആപത്ത് എന്തൊക്കെയാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഉൾക്കണ്ടപ്പെടുമ്പോൾ അതിൻ്റെ ആപത്ത് ഉൾക്കണ്ട ഭയത്തിനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ജീവിതത്തിൽ ഭയത്തിനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഭയം ദൈവത്തീർന്ന് നമ്മളെ അകഴ്ത്തിക്കളയും. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിന് ഭയത്തിൻ്റെ അടുത്ത് സ്ഥാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഭയത്തിന് സ്നേഹത്തിൽ സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. പറയണ മനസ്സിലാകണ്ട? അപ്പോൾ ഉൾക്കണ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാകും. ഭയം നമ്മളെ ദൈവത്തീർന്ന് അകഴ്ത്തിക്കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തീർന്ന് ദൂരെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ദൈവത്തിൻ്റെ മക്കളില്ലാതെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഉൾക്കണ്ട നമ്മളെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ പോയിൻ്റാണ്. എങ്ങനെ ഉൾക്കണ്ട നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നു, അതെങ്ങനെ എടുത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. ഉൾക്കണ്ട ഇല്ലാതാക്കണമെങ്കിൽ എന്താ മാർഗം? ഉൾക്കണ്ട ഇല്ലാതാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരണം. അതേപോലെ ഉൾക്കണ്ട വരാൻ കാരണം എന്താണ്? ഈ 2 വിഷയമൊക്കെ ധ്യാനിക്കാം. ഒന്ന് സ്തുതിക്കാവോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൾക്കണ്ട ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാഗ്ദാനത്തെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണമാണ്. വാഗ്ദാനം, ദൈവം കുറേ വാഗ്ദാനം തന്നിട്ടുണ്ട്, പക്ഷെ വാഗ്ദാനത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വാഗ്ദാനത്തെ ഈ ലോകത്ത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എക്സാമിനേഷൻ കൺട്രോളർ ആകുമ്പോൾ വാഗ്ദാനം പറയുമ്പോൾ പരീക്ഷയെക്കുറിച്ച് നമുക്ക് ഉൾക്കണ്ടയില്ല. പക്ഷേ ജീവിതത്തിൻ്റെ വാഗ്ദാനം ദൈവം തന്നപ്പോൾ നമുക്ക് ജീവിത പരീക്ഷയെക്കുറിച്ച് നമുക്ക് ഉൾക്കണ്ടയാണ്. ഞാൻ എങ്ങനെ കടം തീർക്കും, എങ്ങനെ എൻ്റെ മകളുടെ കല്യാണം നടത്തും, കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് മകൾക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, എന്ത് സംഭവിക്കും? എൻ്റെ ഭർത്താവ് മദ്യപാനിയാണല്ലോ, എന്ത് സംഭവിക്കും? ഈ രോഗത്തിന് മരുന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ ചികിത്സിക്കാൻ, എന്ത് സംഭവിക്കും? ഉൾക്കണ്ട. ദൈവം വാക്ക് പറഞ്ഞിരിക്കാൻ, ഞാൻ നിന്നെ വിട്ട് പോകില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വാഗ്ദാനത്തെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വാഗ്ദാനത്തെ വിശ്വസിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം, ഉൾക്കണ്ട കയറി വരുന്ന കാരണം എന്താണ്? നീ നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനത്തിന് പകരം ഈ ലോകത്തിനാണ് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ നിൻ്റെ ഭവനമായിരിക്കാം അതിന് 1-ാം സ്ഥാനം, നിൻ്റെ ജോലിക്ക് 1-ാം സ്ഥാനം, നിൻ്റെ കുടുംബജീവിതം,
സന്തോഷമായിരിക്കണം, കുറേ സമ്പത്ത് ഉണ്ടാകണം, അതിന് ഒന്നാം സ്ഥാനം. മക്കളുടെ വിദ്യാഭ്യാസം, അതിന് ഒന്നാം സ്ഥാനം. നിൻ്റെ പേരും പ്രശസ്തിയും, അതിന് ഒന്നാം സ്ഥാനം. നിന്നെ ആരും അപമാനിക്കരുത്, അതായിരിക്കണം നിന്നെ. എൻ്റെ ഈഗോ, എനിക്ക് ഒന്നാം സ്ഥാനം. ഇതിനെല്ലാം ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഈ ലോകത്തിനുള്ള സകലത് സൗന്ദര്യം, അതിന് ഒന്നാം സ്ഥാനം. എൻ്റെ ഭർത്താവ്, അത് കമ്പാരിസനാണ്. മറ്റുള്ളവരെക്കാളും ഏറ്റവും ബെസ്റ്റായിരിക്കണം, എൻ്റെ ജീവിതം ബെസ്റ്റായിരിക്കണം. ഈ ലോകത്തിനുള്ള സകല കാര്യത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തിന് അവിടെ സ്ഥാനമില്ലാതെ ആയിപ്പോവും. പ്രൈസ് ദി ലോർഡ്. നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെല്ലാം നശിച്ചു പോകുന്നതാ, നഷ്ടപ്പെട്ടു പോകുന്നതാ. യോഹന്നാൻ 6:27 ഈശോ പറയുകയാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ട, നഷ്ടപ്പെടാത്തതിന് വേണ്ടി നീ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഭവനത്തിന് ഒന്നാം സ്ഥാനം വയ്ക്കുമ്പോൾ, സമ്പത്തിന് ഒന്നാം സ്ഥാനം വയ്ക്കുമ്പോൾ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ നിനക്ക് ഉത്കണ്ഠ ഉണ്ടാകും. ഭർത്താവിൻ്റെ സ്വഭാവത്തിന് നീ ഒന്നാം സ്ഥാനം വയ്ക്കുമ്പോൾ, ഭർത്താവ് മദ്യപിക്കുമ്പോൾ നിനക്ക് സങ്കടം ഉണ്ടാവും. മക്കളുടെ വിദ്യാഭ്യാസത്തിന് നീ ഒന്നാം സ്ഥാനം വയ്ക്കുമ്പോൾ, മക്കളുടെ മാർക്ക് കുറയുമ്പോൾ നിനക്ക് ഉത്കണ്ഠ ഉണ്ടാകും. നിൻ്റെ ജോലിക്ക് നീ ഒന്നാം സ്ഥാനം വയ്ക്കുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ നിനക്ക് ഉത്കണ്ഠ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നിൻ്റെ ഹൃദയത്തിൽ ഇനി കുറേ കാര്യങ്ങൾ ദൈവത്തെ ഒഴിച്ച് ഈ ലോകത്തിൻ്റെ സകല നഷ്ടപ്പെടുന്ന കാര്യത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുത്ത് അത് സ്വീകരിച്ച് വെച്ചിരിക്കുക, അത് സൂക്ഷിച്ചങ്ങനെ വെച്ചിരിക്കുകയാണ്. അതെല്ലാം നിനക്ക് ഉത്കണ്ഠ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നീ ചെയ്യേണ്ടത് ഒന്ന് തന്നെ, ഇതാണ് നിനക്ക് ഫോർമുല. ഫിലിപ്പിയർ 3:8 യേശു ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിലെ സകലതും നിനക്ക് നഷ്ടമായിട്ട് നീ കരുതണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞാലെന്ത്, എനിക്ക് ഈശോ ഉണ്ടല്ലോ. എൻ്റെ ഭർത്താവ് മദ്യപിച്ചാലെന്ത്, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എന്ത്, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭവനമില്ലെങ്കിൽ എന്ത്, ഞാൻ റോട്ടിൽ കിടന്നാൽ എൻ്റെ കൂടെ ഈശോ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് രോഗം വന്നാലെന്ത്, സൗഖ്യപ്പെടുത്തി തരാൻ എൻ്റെ ഈശോ ഉണ്ടല്ലോ. എൻ്റെ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്ത്, എൻ്റെ ഔഷധം എൻ്റെ ഈശോ ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് നിനക്ക് കരുതാൻ സാധിച്ചാൽ, ഈ ലോകത്തിൻ്റെ സകലതും നിനക്ക് നഷ്ടമായിട്ട് കരുതാൻ സാധിച്ചാൽ, നീ ദൈവത്തിൻ്റെ മകളും മകനുമാകും. നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നതും എപ്പോഴും നീ സന്തോഷിക്കുക. 1 തെസ്സലോനിക്ക 5:16, 17, 18 ദൈവഹിതം, ദൈവത്തിൻ്റെ തിരുമനസ്, നിന്നോടുള്ള തിരുമനസ്, നീ എപ്പോഴും സന്തോഷിച്ചിരിക്കുക. സന്തോഷിക്കുക എന്നുള്ളതിൻ്റെ അടയാളം എല്ലാ സാഹചര്യത്തിലും നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. നീ നന്ദി പറഞ്ഞു നോക്ക്. എന്ത് തന്നെ സംഭവിച്ചാലും, നിനക്ക് സഹനകാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കുമ്പോൾ നന്ദി പറയാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ തിരുമനസ്, നീ എപ്പോഴും സന്തോഷിക്കുക, എല്ലാ സാഹചര്യത്തിലും നന്ദി പറയുക, എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിലേക്ക് നോക്കണം. മകൻ എങ്ങനെയാണ് റോട്ടിൽ കൂടി നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, അവനൊന്നും കരുതി വയ്ക്കാറില്ല. പക്ഷേ അവൻ നോക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വഴി, അച്ഛൻ എൻ്റെ കൺവെട്ടത്തിരുന്ന് മാറിപ്പോകാതിരിക്കണം, അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഏത് വെയിലത്തിൽ കൂടി നടന്നോ, ഏത് തിക്കും തിരക്കിൽ കൂടി നടന്നോ ജീവിതത്തിൽ, പക്ഷേ അച്ഛൻ്റെ കൈവിടാതെ നീ നോക്കണം. പ്രൈസ് ദി ലോർഡ്. അത്രയും നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ്റെ കൈ പിടിച്ച് നിനക്ക് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ ജീവിതം എപ്പോഴും സമാധാനവും സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇതൊരു അനുഭവമാണ്. ഇത് വെറുതെ ഇല്ല.
ദൈവം ആഗ്രഹിക്കണം. ദൈവം നീ സങ്കടപ്പെടുമ്പോൾ ആദ്യം സങ്കടപ്പെടുന്നത് നിൻ്റെ സൃഷ്ടാവായ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നീ സങ്കടപ്പെട്ട് നീ ഉൾക്കണ്ട കയ്യിൽ വെച്ച് ദൈവത്തിനെ സങ്കടപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തീരുമാനിക്കുക, നമ്മൾ സങ്കടപ്പെടുമ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ പറ്റാതെയാവും. സങ്കടം കൊണ്ട് നിനക്ക് നിൻ്റെ ആയുസ്സിൽ ഒരു മാറ്റവും വർദ്ധിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിനക്കൊന്നും നേടാൻ പറ്റില്ല. തരുന്നത് ദൈവമാണെങ്കിൽ നിനക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ സങ്കടമുള്ളത് കൊണ്ടാണ്. നീ ഈ ക്ഷണം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിൻ്റെ സങ്കടത്തെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. നിനക്ക് എന്തിനെക്കുറിച്ച് സങ്കടമാണോ അത് നഷ്ടമായിട്ട് നിനക്ക് കരുതാൻ പറ്റണം. യേശു ക്രിസ്തുവിനെ പ്രതി എനിക്ക് എൻ്റെ യേശു ഉണ്ടല്ലോ, ഈ ലോകത്തിലെല്ലാ സകലതും നഷ്ടമായാലും എനിക്ക് ബാക്കി നിൽക്കുന്നത് എൻ്റെ യേശു ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് യേശു എൻ്റെ അമ്മയെ തന്നിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയ്ക്ക് എന്താ വേദന അറിയാം. എനിക്ക് ആവശ്യം വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് തരും. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നീ എപ്പോഴും നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥനയിലുണ്ടാകണം. കൊന്ത ചൊല്ലാൻ പറ്റണം നിനക്ക്. ഒരു സങ്കടത്തോടെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ കയ്യിൽ വിശ്വാസമില്ല, നിൻ്റെ കയ്യിലുള്ളത് ഉൾക്കണ്ടയാണ്, അത് അങ്ങോട്ട് താ, അത് എനിക്കുള്ളതാ, നീ എൻ്റെ കയ്യിലേക്ക് താ. പ്രൈസ് ദി ലോർഡ്. ആദ്യം എൻ്റെ കയ്യിൽ താ. അപ്പോൾ ഉൾക്കണ്ട് നമ്മുടെ ജീവിതത്തിൽ